ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണ മിസ് ആണ്. അപ്പൊ മക്കളെ, നമുക്ക് ഓണപരീക്ഷ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഓണപരീക്ഷ എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഇപ്രാവശ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ പരീക്ഷയ്ക്ക് നമുക്ക് ഇതിന്റെ മാർക്കൊന്നും എവിടെയും ആവശ്യമില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരാം, 7ാം ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ഓണപരീക്ഷയുടെ അടിസ്ഥാനത്തിലേക്കായിരിക്കും നിങ്ങളെ USS എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇപ്പൊ ഒന്ന് ഉഴപ്പിട്ട് പിന്നെ ഞാൻ നന്നായിട്ട് പഠിച്ചോളാം എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, ഇത്തരം ഒരു എക്സാമിന്റെ മാർക്ക് നോക്കി നമ്മളെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ടും ആ പരീക്ഷ എഴുതാനുള്ള അവസരം കൂടി നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ഓണപരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് സൈലത്തിലെ എല്ലാ ടീച്ചേഴ്സും ഉള്ളത്. അപ്പൊ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടുവേർഡ്സ് എ 100-fold yield, വിളയിക്കാം 100 മേനി എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ എങ്ങനെ സെറ്റായിട്ട് മനസ്സിലാക്കാം എന്നുള്ള ഒരു ഉഗ്രൻ വീഡിയോ ആയിട്ടാണ്. അപ്പൊ ആരും എന്ത് ചെയ്യരുത്, ഇത് ശ്രദ്ധയില്ലാതെ കാണരുത്. മാത്രമല്ല നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഉണ്ടാവണം. അത്രയും കുറച്ച് സമയമാണ് നമ്മൾ ഇതിൽ കാര്യങ്ങൾ പറയുകയുള്ളൂ. ആ കുറച്ച് സമയം കൊണ്ട് ഫുൾ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ എവിടെയും പോകാൻ വേണ്ടി പാടില്ല. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ ടുവേർഡ്സ് എ 100-fold yield, വിളയിക്കാം 100 മേനി എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ലെയറിംഗ്, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നീ പറയുന്ന 3 കാർഷിക രീതികളും അതോടൊപ്പം തന്നെ വർഗസംകരണവുമായിരിക്കും. വർഗസംകരണം കൃത്യമായിട്ട് പഠിച്ചോളുക, കാരണം പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ അവസാനത്തെ പേജുകളിലേക്ക് എത്തുമ്പോൾ 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഓരോ ചോദ്യങ്ങൾക്കുമായിട്ടുള്ള അല്ലെ 1 മാർക്കിനുള്ള ഉത്തരം, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ കുറേ അധികം ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ലാസ്റ്റ് ഭാഗങ്ങളിലേക്കായിരിക്കും. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറന്നു പോവാത്ത രീതിയിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ എല്ലാവർക്കും അറിയാം, കാർഷിക രീതികളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞു പോകുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, വിത്ത് ഗുണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, സീഡ് ക്വാളിറ്റി. നമുക്ക് ഒരു സീഡ് സെലക്ട് ചെയ്യണം, നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ സീഡിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവണം. അത് ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ പ്ലാന്റ് ആയിരിക്കണം, ഹാവ് ഹൈ പ്രൊഡക്ടിവിറ്റി ആവണം. സീഡ് മസ്റ്റ് ബി കളക്ടഡ് ഫ്രം ദ പ്ലാന്റ്സ് വിച്ച് ഹാസ് ഇൻ ദ മിഡ് സ്പാൻ, അല്ലെ, വിച്ച് ഫോംസ് ഇൻ ദ മിഡ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മധ്യകാലങ്ങളിലുള്ള ഫലത്തിൽ നിന്ന് ശേഖരിച്ച വിത്തായിരിക്കണം. മധ്യകാലം എന്ന് പറഞ്ഞാൽ ഒരു സീസൺ, ഇപ്പൊ മാംഗോ സീസൺ ആണെങ്കിൽ മാംഗോ സീസണിന്റെ മധ്യഭാഗത്ത് നിന്ന് നമ്മൾ ശേഖരിച്ച ഒരു ഫലത്തിന്റെ സീഡായിരിക്കണം. അതിനായിരിക്കും കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉണ്ടാവുക. നല്ല ഉൽപാദന ശേഷിയുള്ളതായിരിക്കണം. നല്ല ഉൽപാദന ശേഷി എന്ന് പറഞ്ഞാൽ മോർ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടാവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെടിയിൽ നിന്നായിരിക്കണം. ആരോഗ്യവും രോഗകീടവിമുക്തവുമായിട്ടുള്ള ഒരു ചെടിയിൽ നിന്നുള്ള സീഡായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ആരോഗ്യമുള്ളതും രോഗകീടവിമുക്തവുമായിട്ടുള്ള ചെടിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ചെടിക്കും കുറച്ച് ഡിസീസ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ചെടിയായിരിക്കും നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും ഓർത്തു വെക്കുക, നമ്മുടെ 2 തരത്തിലുള്ള രീതികളാണ്. എന്താണ് ഈ 2 തരത്തിലുള്ള രീതികൾ എന്ന് പറയുന്നത്? കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും ചോദ്യങ്ങൾ ഉണ്ടാവേ. അതായത് ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ഒരു ചെടി ഉണ്ടായി വരികയാണെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? കായിക പ്രജനനം എന്ന് പറയാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലൈംഗിക പ്രത്യുൽപാദനമാണ്. ആദ്യത്തേതിന് ഇംഗ്ലീഷിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് പറയുക. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് ദ പ്ലാന്റിൽ നിന്ന് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫോം ചെയ്യുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി അപ്പൊ എന്തുണ്ടാവണം? സീഡ് ഉണ്ടാവണം. സീഡിന്റെ അകത്തുനിന്ന് പുതിയ ചെടികൾ ഉണ്ടായി വരികയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയും. രണ്ടും കൺഫ്യൂഷൻ ആവാതെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ യൂസിങ് പ്ലാന്റ്സ് കട്ടിംഗ് ടു റീപ്രൊഡ്യൂസ് പ്ലാന്റ് ഫ്രം എക്സിസ്റ്റിംഗ് പ്ലാന്റ്. അമ്മ ചെടിയുടെ ഒക്കെ കമ്പ് മുറിച്ച് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെന്താ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതേസമയം അമ്മ ചീരയുടെ ഒക്കെ വിത്താണ് കൊണ്ടുപോയി നടുന്നെങ്കിൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വിത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയല്ലേ ഫോം ചെയ്യുന്നത്. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. 2-3 പ്ലാന്റ്സിന്റെ ഉദാഹരണങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതോടൊപ്പം തന്നെ അല്ലെ 2ഉം കാണിക്കുന്ന ചെടികളുണ്ട്. നമ്മുടെ മുരിങ്ങയൊക്കെ അതിന് എക്സാമ്പിൾ ആണ്.
ഇനി നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മറന്നുപോകാതെ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ലെയറിംഗ് ആണ്, പതിവെക്കൽ അല്ലെ. അപ്പൊ നമ്മൾ പതിവെക്കൽ എന്ന് പറയുമ്പോൾ ആകെ ആലോചിച്ച് വെക്കേണ്ട കാര്യം, ഒരു ചെടിക്ക് വേര് മുളയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും, അതായത് വേരുണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ തന്നെ എന്ത് ചെയ്യും, വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, മുറിച്ചു നട്ടിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, പതിവെക്കൽ എന്ന് പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, മദർ പ്ലാന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് ജനറേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ആ പെർട്ടിക്കുലർ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നടും. അതാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. ലെയറിംഗിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ സെർപ്പന്റൈൻ ലെയറിംഗും കൂടെ പറയുന്നുണ്ട്. വള്ളിച്ചെടികൾ അല്ലെ, വള്ളിച്ചെടികളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സെർപ്പന്റൈൻ ലെയറിംഗ് ചെയ്യുക. നാഗപതിവെക്കൽ അല്ലെ, പാമ്പ് പോകുന്ന പോലെ ആ ഒരു ഗ്രൗണ്ടിലാണ് ഉള്ളത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, പലതരത്തിലുണ്ട്. എയർ ലെയറിംഗ് ഒക്കെ ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും അവിടെ ലെയറിംഗ് നടക്കുക. ഇത്രയും ഒന്ന് ഓർത്തു വെക്കുക. അതിനുശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റ് 2 ടെക്നിക്കുകളാണ്. വാട്ട് ഈസ് ഗ്രാഫ്റ്റിംഗ്, വാട്ട് ഈസ് ബഡ്ഡിങ് അല്ലെ. എന്താണ് ബഡ്ഡിങ് അഥവാ മുകുളനം, രണ്ടാമത്തത് എന്താണ് ഗ്രാഫ്റ്റിംഗ്, കമ്പൊട്ടിക്കൽ. അപ്പൊ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അല്ലെ കമ്പൊട്ടിക്കലാണ്. കമ്പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ അല്ലെ ഒരേ ഇനത്തിൽപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കുക. ഇവിടെ നമ്മൾ നാടൻ മാവും നീലമാവും ആണ് എടുത്തിരിക്കുന്നത്. നാടൻ മാവ് എന്ന് പറയുമ്പോൾ അല്ലെ താരതമ്യേന ചെറുതായിരിക്കും, പക്ഷെ നല്ല നമ്മുടെ നാടിനോട് ഇണങ്ങി ജീവിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണത്. മാത്രമല്ല അല്ലെ നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും കൊടുത്തില്ലെങ്കിലും നന്നായിട്ട് വളരും. പക്ഷെ നീലമാങ്ങ അങ്ങനെയല്ല, നല്ല രുചിയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ വളരാന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്വയർസ് മോർ കെയർ അല്ലെ, അതിന് കുറെ കെയർ കൊടുക്കണം. സോ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ രണ്ടിന്റെയും സുപ്പീരിയർ ക്വാളിറ്റീസ് അഥവാ ഇതിന്റെ രണ്ടിന്റെയും നല്ല ഗുണങ്ങളുള്ള നല്ലൊരു മാവിൻ തൈ ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ബഡ്ഡിംഗ് അല്ല, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രാഫ്റ്റിംഗിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 കമ്പുകളാണ് നമ്മൾ ഇവിടെ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് 2 കമ്പുകൾ. അപ്പൊ ഇതിൽ ഒരു കമ്പിന് എന്തുണ്ടാവണം, വേരോട് കൂടിയ കമ്പായിരിക്കണം. അതായത് വേരുണ്ടാവണം അതിന് പെർട്ടിക്കുലർലി. കാരണം എന്ത് ചെയ്യണം, മണ്ണിൽ നിന്ന് എന്ത് ചെയ്യണം, വലിച്ചെടുക്കണം അല്ലെ, വെള്ളവും ലവണങ്ങളും ഒക്കെ. അതുകൊണ്ട് ഒരാൾക്ക് എന്ത് വേണം, തീർച്ചയായിട്ടും റൂട്ട് വേണം. റൂട്ടോട് കൂടിയുള്ള ചെടിയെ നമ്മൾ പറയും റൂട്ട് സ്റ്റോക്ക്. എന്താണ് റൂട്ട് ഉള്ളതിന് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. ഓക്കെ, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. റൂട്ട് സ്റ്റോക്ക് എന്ന് വിളിച്ചോ, കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ എടുക്കുന്ന വേരില്ലാത്ത, അതായത് വെറും കമ്പ് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, സയൺ എന്ന് വിളിക്കും. എന്താ വിളിക്കുക, സയൺ എന്ന് വിളിക്കും. അപ്പൊ സയൺ എപ്പോഴും നല്ല ഈ നീല മാങ്ങ ആയിരിക്കും ഇവിടെ നമ്മൾ സയണായിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ വേരോട് കൂടിയുള്ള ആളെയും വേരില്ലാത്ത ആളെയും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഈ 2 കമ്പുകളും തമ്മിൽ നമ്മൾ ഒട്ടിച്ചു ചേർത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ പുതിയൊരു ചെടി ഡെവലപ്പ് ആയി വരും. അതിന് ഇതിന്റെ രണ്ടിന്റെയും ക്വാളിറ്റീസ് ഉണ്ടാവുന്നതായിരിക്കും. ക്ലിയർ ആണേ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്, ബഡ്ഡിംഗ് ആണ്. ബഡ്ഡിങ്ങും നമ്മുടെ ഗ്രാഫ്റ്റിങ്ങിനോട് സിമിലർ തന്നെയാണ്. പക്ഷെ ഇവിടെ ബഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുകുളമാണ് നമ്മൾ ഒട്ടിക്കുന്നത് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, രണ്ടും പഠിച്ചു വെക്കുക. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗ്രാഫ്റ്റിംഗ്, സ്റ്റോക്ക് എന്താണ്, സയൺ എന്താണെന്നുള്ളത് പ്രത്യേകം എടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ചോദ്യങ്ങൾ ഉണ്ടാവും. Okay, budding എന്ന് പറയുമ്പോൾ budding is the method of producing superior quality planting material by joining the bud of a superior quality plant with another plant that has root. നമ്മൾ എന്താ പറഞ്ഞ അതേ കാര്യം തന്നെ. കമ്പ് ഒട്ടിക്കുമ്പോൾ കമ്പാണ് ഒട്ടിക്കുക, ബഡ്ഡിംഗ് ആണെങ്കിൽ ബഡാണ് ഒട്ടിക്കുക. ഇത്രയും വ്യത്യാസമുള്ളൂ. ക്ലിയർ ആണോ? ഇനിയാണ് ഈ കൂട്ടത്തിലെ എപ്പോഴും ചോദ്യങ്ങൾ വരാൻ വേണ്ടി പോകുന്ന ഹൈബ്രിഡൈസേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിംഗും ലെയറിംഗിൽ നിന്നുള്ള ഹൈബ്രിഡൈസേഷന്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഹൈബ്രിഡൈസ്ഡ് സീഡുകളാണ് ഉണ്ടാവുക. ഓക്കെ, സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത്. ഇവിടെ ആരാ ഉണ്ടാവുന്നത്, വിത്തുകളാണ് ഉണ്ടാവുന്നത്. സോ ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്. എങ്ങനെയാ അപ്പൊ സീഡ് ഉണ്ടാവണമെങ്കിൽ, നിങ്ങൾക്കറിയാം സീഡ് ഉണ്ടാവണമെങ്കിൽ എന്ത് നടക്കണം, പോളിനേഷൻ നടക്കണം അല്ലെ. എന്ത് നടക്കണം, പോളിനേഷൻ നടക്കണം. അപ്പൊ പോളിനേഷൻ വഴി സീഡ്സ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഒന്ന് നമ്മൾ മുളകും ഒന്ന് നമ്മൾ പയറും എടുത്തിട്ട് നമുക്ക് ഹൈബ്രിഡൈസേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരേ വർഗത്തിൽപ്പെട്ട ആളുകളെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്.
അപ്പൊ സങ്കര ഇനം വിത്തുകളുടെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, കൃത്രിമ പരാഗണം വഴിയാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കണം. കാരണം എന്താ, കൃത്രിമമായിട്ട് പോളിനേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ പോളിനേഷൻ നടത്തുക ആരാണ്, നമ്മുടെ ഈ പറയുന്ന അല്ലെ പൂമ്പാറ്റ, തേനീച്ച, അതല്ലാന്നുണ്ടെങ്കിൽ അല്ലെ കാറ്റ് വഴി, ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക, പോളിനേഷൻ നടക്കുക. പക്ഷെ ഇവിടെ നമ്മൾ വിചാരിക്കുന്ന ചെടികൾ തമ്മിലേ പരിപാടി നടക്കാവൂ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ വിചാരിക്കുന്ന ചെടി നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് മക്കളെ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ശേഖരിച്ച പരാഗരേണുക്കൾ, അതായത് നമുക്ക് വേണ്ട ചെടിയിൽ നിന്ന് ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമം നടത്തേണ്ട അല്ലെ, കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് കൊണ്ടുപോയി പതിപ്പിക്കുന്നത് ആരാണ്, നമ്മൾ തന്നെയാണ്. അവിടെ ഹ്യൂമൻ ആണ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. അതിനുശേഷം ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് എൻ്റെ കുട്ടികൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ പെട്ടെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് അല്ലെ, ഉജ്ജ്വല എന്തിന്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ്, മുളകാണെന്ന് ഓർമ്മ ഉണ്ടാവണം. സൽകീർത്തി എന്തിൻ്റെതാണ് നോക്കണം, വെണ്ടയാണെന്ന് ഓർമ്മ വരണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. നന്നായിട്ട് ഈ ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. ശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തി. മണ്ണ് കൃഷി ചെയ്യാൻ ആവശ്യമില്ലേ, അപ്പൊ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്, മണ്ണൂത്തിയാണ്, തൃശ്ശൂരാണ് എന്നുള്ളത് കണക്ട് ചെയ്തിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ അതെവിടെയാണ്, യെസ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെ കുറിച്ചുള്ള ഗവേഷണ കേന്ദ്രമാണ്. അപ്പൊ തോട്ടമാണ്. അപ്പൊ നിങ്ങൾ എന്താലോചിച്ചാൽ മതി, തോട്ടമുള്ള ഒരു സ്ഥലം, തോട്ടം ഉണ്ടായിരുന്നത് അല്ലെ, കാസർഗോഡ് ഒരു തോട്ടം ഉണ്ടായിരുന്നു, അവിടെ എൻഡോസൾഫാൻ തളിച്ച കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചേക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മാറിപ്പോയില്ല. കാരണം ഇത് പലർക്കും മാറിപ്പോ. കിഴങ്ങ് വിള ചോദിക്കുമ്പോൾ കാസർഗോഡ് എഴുതും, റബ്ബർ ചോദിക്കുമ്പോൾ കാസർഗോഡ് എഴുതും, ഇങ്ങനെ പലർക്കും തെറ്റിപ്പോവാറുണ്ട്. അപ്പൊ ഇതിനെന്ത് ചെയ്യണം, ആലോചിച്ച് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകത്തില്ല. പിന്നെ അല്ലെ, അപ്പൊ ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ എങ്ങനെ നമ്മുടെ കൃഷിരീതി മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. അപ്പൊ കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിത്തായി കഴിഞ്ഞു, നന്നായിട്ട് നമ്മൾ വെള്ളം കൊടുത്തു, ഇത് മാത്രം മതിയോ, പോരാ. നമ്മൾ കൃഷി ചെയ്യുന്ന ചെടി ഏത് മണ്ണിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഗുണമേന്മയുള്ള അല്ലെ, ഗുണമേന്മയുള്ള ചെടികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ സോയിൽ ഫെർട്ടിലിറ്റി, മണ്ണിന്റെ ഫലഭൂഷ്ഠത അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മണ്ണിന്റെ ഫലഭൂഷ്ഠത കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതിനാണ് നമുക്ക് ഫെർട്ടിലൈസേഴ്സ് അഥവാ വളങ്ങളുള്ളത്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും ഉണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഉണ്ട്, ജൈവ വളങ്ങളും രാസവളങ്ങളും. ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, രാസവളത്തിന്റെ പ്രത്യേകതകൾ എന്താണ്, ജൈവവളത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ഓർത്തു വെക്കുക. നിങ്ങൾ സാധനം എന്താണെന്നുള്ളത് അല്ലെ, ഇപ്പൊ രാസവളത്തിനും ജൈവവളത്തിനും ഒരു ഉദാഹരണം പഠിച്ചു വെച്ചാൽ മതി. നമ്മുടെ ചാണകം ആലോചിച്ച് നോക്കൂ, മണ്ണിന് ദോഷമുണ്ടോ, ഇല്ല, ഒരു പ്രശ്നവും ഇല്ല അല്ലെ. ആ മണ്ണിന് ദോഷമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്താണ്, ഇത് ജൈവ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന ആളായതുകൊണ്ടാണ് ഇതിന് ദോഷമൊന്നുമില്ലാത്തത്. കുറേ അളവിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. മാത്രമല്ല അല്ലെ, ചാണകം നമ്മൾ കൊടുക്കുന്ന സമയത്ത് പശുവിനോട് നമുക്ക് പറയാൻ പറ്റുമോ, പശു ഇന്ന് കുറച്ച് നൈട്രജൻ കൂടുതലുള്ള ചാണകം ഇടണം എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. അതിലെന്താണോ ഉള്ളത് അതാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഒരു ഘടകം മാത്രമായിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് രാസവളങ്ങൾ തന്നെ പ്രയോഗിക്കേണ്ടി വരും എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇവിടെ നമ്മൾ ഗ്രീൻ റെവല്യൂഷന്റെ ഫാദറിനെ പഠിക്കുന്നുണ്ട്. ആരാണ്, ഡോക്ടർ MS സ്വാമിനാഥനാണ്. പിന്നെ നമ്മൾ വളവും ഇട്ട് കൊടുത്തു, അതേപോലെ തന്നെ അല്ലെ നല്ല ചെടികളൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ചെടി ഉണ്ടാക്കുന്ന കർഷകർക്ക് ഏറ്റവും വലിയ പേടി സ്വപ്നമായിട്ടുള്ള പെസ്റ്റുകൾ വരാൻ വേണ്ടി തുടങ്ങുന്നത്, അതായത് കീടങ്ങൾ വരാൻ തുടങ്ങുന്നത്. അപ്പോൾ കീടങ്ങളെ ഒഴിവാക്കുന്നതിനെ കുറിച്ചും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് കീടങ്ങളെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്, പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ്. നമുക്ക് ബയോളജിക്കൽ ആയിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് ഉണ്ട്, അതേപോലെ തന്നെ അല്ലെ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, മെക്കാനിക്കൽ ട്രാപ്പ് ഉണ്ട് അല്ലെ. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ യാന്ത്രിക നിയന്ത്രണം. ജൈവ നിയന്ത്രണം എന്ന് പറയുമ്പോൾ അവിടെ ജീവികൾ തന്നെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. മിത്ര കീടങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. ഒരു പേരൊക്കെ നിങ്ങൾക്ക് പറയുന്നുണ്ട്, എന്താണ്, ട്രൈക്കോഗ്രാമ. ആ പേര് ഓർത്ത് വെച്ചോളൂ. അതൊക്കെ എന്താണ്, മിത്ര കീടമാണ്. പിന്നെ ഉള്ളതാണ് ഫിറമോൺ കെണി. അത് ഇതിൽ വരുന്നത് കെണികൾ, ട്രാപ്പുകൾ ഇതിലാണ് വരിക, മെക്കാനിക്കൽ കൺട്രോളിലാണ് വരിക, യാന്ത്രിക നിയന്ത്രണം. പിന്നെ ഉള്ളതാണ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ. നമ്മൾ എൻഡോസൾഫാൻ പറഞ്ഞപ്പോൾ എൻഡോസൾഫാൻ എന്താണ്, കീടനാശിനിയാണ്. കീടങ്ങളെ തുരത്താൻ വേണ്ടി ഇട്ടതാ.
അപ്പോൾ 2 തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് ഉണ്ട്, ജൈവ കീടനാശിനികളും രാസ കീടനാശിനികളും. ഓർത്തു വെക്കണേ. രാസ കീടനാശിനികൾ വളരെ ദോഷമുള്ള ആളുകളാണ്, നല്ലോണം എഫക്റ്റീവ് ആയിരിക്കും, പക്ഷെ ദുരിതങ്ങളും അതിനെ കൊണ്ട് ഒരുപാടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ഈ സാധനം ഇട്ട് കൊല്ലുന്ന സമയത്ത് മിക്കവാറും എന്ത് ചെയ്യും, മിത്രകീടങ്ങളും കൂടെ അങ്ങ് നശിച്ചു പോകും എന്നുള്ളതാണ്, മണ്ണിന് ദോഷകരമാണ് എന്നുള്ളതും കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ജൈവ കീടനാശിനിക്ക് ഉദാഹരണമായിട്ടുള്ള പുകയില കഷായത്തെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നന്നായിട്ട് തന്നെ ആ ഭാഗങ്ങൾ ഓർത്തു വെക്കുക. ഈ ടേബിള് അല്ലെങ്കിൽ ഈ ഒരു സർക്കിള് പല രീതിയിൽ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തെറ്റിക്കരുത്, ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ലല്ലോ എന്ന് വിചാരിക്കരുത്. USS എക്സാമിന് പോലും ഒരുപാട് പ്രാവശ്യം ഇതിനകത്തുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മുയൽ കൃഷിയെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്, പട്ടുനൂൽ വളർത്തുന്ന രീതിക്ക് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പട്ടുനൂൽ പുഴു തരും, അതേപോലെ തന്നെ തേനീച്ച തരും, അങ്ങനെ കുറെ ആളുകൾ തരും, മുയൽ തരും, കന്നുകാലികൾ തരും. എന്താണ് സെറികൾച്ചർ എന്നുള്ളത്? പട്ടുനൂൽ പുഴുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. എപ്പികൾച്ചർ കൊടുത്തു നോക്കൂ. എപ്പികൾച്ചർ അതെന്താണ്? എപ്പികൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടാൻ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് കണ്ടു നോക്കുക. മാത്രമല്ല പഠനം ഈസി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സൈലത്തിന്റെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഇപ്പൊ ഒരു സ്വാതന്ത്ര്യദിനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ, കാരണം നിങ്ങൾ USS കൂടെ എഴുതുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സൈലത്തിന്റെ ഒരു ഓൺലൈൻ ബാച്ച് ഉണ്ട്. നിങ്ങൾ അതിനത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ അവെഞ്ചേഴ്സ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വിത്ത് എ ഡിസ്കൗണ്ട് ഓഫ് 10%. അപ്പൊ അതിനുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക. ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കാൻ ഞങ്ങളെ ഓരോരുത്തരുമുണ്ട്. അപ്പോൾ ഓണം എക്സാം ഒക്കെ ഗംഭീരമായിട്ട് എഴുതാം. എല്ലാവർക്കും അരുണിമ മിസ്സിന്റെ ഓൾ ദി വെരി ബെസ്റ്റ്.